പഴുത്തോ? പഴുത്തു കേട്ടോ. തലയിലോട്ട് വീഴുമെന്ന് പേടിയ, മുകളിലൊക്കെ പഴവാ. വേഗം ഇട്ടോ. കയ്യ നിൽക്കുവാവും. അതിനൊട്ടും ഇല്ലല്ലോ. ഇല്ല, പഴവാ നന്നായിട്ട് പഴുത്തു. കയറ്റിക്കൊണ്ട് പോകാം. നമ്മൾ നിർത്തിയിരുന്ന പഴുക്കാൻ നിർത്തിയിരുന്നത് നമ്മൾ നിലത്തേക്ക് ഇടാണ്ട് നമ്മൾ കൈ തന്നെ കണ്ടിച്ചെടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഒരു തൊള്ളി മുളഞ്ഞിയും പോലും വരുന്നില്ല. സൂപ്പർ പഴവ കണ്ടോ. അപ്പോൾ നമ്മൾ എന്നാന്നോ ഈ നേരത്തെയൊക്കെ ചക്ക ഇടുമ്പം കെട്ടി ഇറക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് മുകളിലാണെങ്കിൽ കണ്ടിച്ച് അടിക്കും, അല്ലെങ്കിൽ കെട്ടി ഇറക്കാൻ പറ്റുന്നവർ കെട്ടി ഇറക്കുന്ന സംവിധാനമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കെട്ടിയൊന്നും ഇറക്കാത്ത എന്നാന്നോ, അങ്ങനെ മരത്തെ കയറാനൊന്നും ഉള്ള ആൾക്കാരൊന്നുമില്ല. നമ്മുടെ പിള്ളേരൊന്നും അങ്ങനെ കയറുകയില്ല. കെട്ടി ഇറക്കാനുള്ള ആ സെറ്റപ്പൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നു വെച്ചാൽ വലിച്ചു അടിക്കും. ഇങ്ങനെയൊക്കെ നമ്മുടെ കാരണവന്മാർക്കൊക്കെ അറിയായിരുന്നു. ഇങ്ങനെ മരത്തെ കയറി ചക്ക കെട്ടി ഇറക്കണം എന്നും, കെട്ടി ഇറക്കിയില്ല ചതഞ്ഞു പോകുമെന്നൊക്കെ. ഇപ്പം നമുക്ക് ചതഞ്ഞു വേറെ നിർവാഹമില്ല. അന്നേരം നമ്മൾ കണ്ടിച്ചിടുന്നു. അപ്പം നമുക്കൊന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു കെട്ടി ഇറക്കണം ചേച്ചി എന്നൊക്കെയേ. അതുകൊണ്ട് നമ്മൾ കെട്ടി ഇറക്കാത്തതിൻ്റെ കാര്യം, കെട്ടി ഇറക്കാൻ നമുക്കറിയത്തില്ല. കെട്ടി ഇറക്കാനുള്ള ആൾക്കാരും നമ്മുടെ കുടുംബത്തില്ല. അപ്പം നമ്മൾ എന്നാ ചെയ്യും, വലിച്ചടിക്കും. പക്ഷേ ഇത് നമ്മൾ കെട്ടി ഇറക്കേണ്ടേയും വന്നില്ല, വലിച്ചടിക്കേണ്ടേയും വന്നില്ല. ഇത് കണ്ടിച്ച് നമ്മൾ കൈ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊട്ടും ചതഞ്ഞിട്ടില്ല. ഇത് നല്ല സൂപ്പർ തേൻവരിക്കയാണ്. നമുക്കിത് കൊണ്ടുപോയി മുറിച്ച് വരട്ടി വെക്കണം. പിന്നെ 3-4 പഴോടെ ഉണ്ട്. അത് ഈ പ്ലാവിൻ്റെ അല്ല. അപ്പോൾ ഇന്ന് കുറേ ഒരു ദിവസത്തെ ഫുള്ള് ചക്ക വെട്ടി വരട്ടലായിരിക്കും കേട്ടോ ഇന്നത്തെ പണി. നമ്മൾ എല്ലാ ദിവസമൊന്നും ഇതിന് മെനക്കെടിയല്ല. മെനക്കെടുന്ന ദിവസമൊന്നും ഒരു മെനക്കെടലായിരിക്കും. അത് നമുക്ക് കുറേ നാളത്തേക്ക് ആവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് കൊണ്ടുപോയി മുറിച്ച് നോക്കാം.